ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം പോസ്റ്റ് ചെയ്ത മീഷോ ഹോളിന് എനിക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനാദ്യം നിങ്ങളോട് നന്ദി പറഞ്ഞ് ഞാൻ വീഡിയോ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും അത് കാണാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായ അതും നല്ല വിലക്കുറവിൽ കിട്ടുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കിച്ചൺ വെറൈറ്റീസ് ഞാൻ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ പോയി ഒന്ന് കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ വന്നേക്കുന്ന റിവ്യൂ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റിന്റെ പോട്ടിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിലെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവരാണ്. അതായത് ഇൻഡോർ പ്ലാന്റ്സിനെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ റെസ്പോൺസ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ പ്ലാന്റ്സിന് ഇൻഡോറിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള പോട്ട്, അതും അണ്ടർ 300 റുപ്പീസിലെല്ലാം താഴെയുള്ള പോട്ടുകളാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അതിൽ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ, 250ക്കും 200-നൊക്കെ മുകളിലായിട്ട്. ബാക്കി എല്ലാം 200-ന് താഴെയുള്ള പോട്ടാണ് മെജോറിറ്റി ഓഫ് പോട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇൻഡോർ പ്ലാന്റ്സിനെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇൻഡോറിൽ പ്ലാന്റ്സിനെയൊക്കെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ലോ മെയിൻ്റനൻസിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം പ്ലാന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടാഗ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി വാങ്ങിച്ച 5-6 പോട്ടുകളിൽ ഒരെണ്ണമാണ് കേട്ടോ. ഇതൊരു ഡിയർ ഷേപ്പ്ഡ് പ്ലാന്റ് പോട്ട് ഹോൾഡർ ആണ് കേട്ടോ. ഇതിൻ്റെ പോട്ട് വന്നിട്ട് മെറ്റലല്ല, ഗ്ലാസ് ആണ്. അതും ഗ്ലാസ്സിൽ ഒരു ഗോൾഡൻ കളർ ഇനാമലൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ എലഗൻ്റ് ആൻഡ് ക്ലാസിക് ലുക്കാണ് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ. ഒരുപാട് വലിയ സൈസൊന്നുമില്ല, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഷോ പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഗ്ലാസ്സിൽ ഗോൾഡൻ കളർ എനാമലാണ് അത് കുറച്ചുകൂടെ ക്ലാസിക് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് നടാം എന്നുള്ളത് ചോദിച്ചാൽ ആപ്റ്റായിട്ടുള്ളത് ഇത് നമുക്ക് വാട്ടറി പ്ലാന്റ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ മണി പ്ലാന്റ്സ് അതൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് നടാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ്. എന്തായാലും ആ എമൗണ്ടിന് അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ധമാക്ക ഓഫറാണ്. 2 പോട്ട് 261 രൂപയ്ക്കാണ് കേട്ടോ. 2 മെറ്റൽ പോട്ടാണ്, ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ അതിന് കൊടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള പോട്ടാണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ് കേട്ടോ. ഇതിന് നമുക്ക് ആപ്റ്റായിട്ടുള്ള ചെടി ഏതെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള സ്പൈഡർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ സക്കുലൻസ്. ഈ പോട്ട് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന പ്ലാന്റ്സ് നടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ പോട്ട് ഡ്രെയിനിങ് സിസ്റ്റം ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പോട്ടും നല്ല കട്ടിയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പുറമേയൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. നല്ല ക്ലാസിക് ലുക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റോട് കൂടി മേടിച്ച വേറൊരു പ്രൊഡക്റ്റാണ് മൂൺ ഷേപ്ഡ് പ്ലാന്റ് പോട്ട് ഹോൾഡറാണ്. 2 പ്രൊഡക്റ്റിനും കൂടെ 199 റുപ്പീസാണ് വരുന്നത്. അതായത് 100 രൂപയാണ് ഒന്നിനാവുന്നത് കേട്ടോ. ഈ എമൗണ്ടിന് ഇത് വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞു കുഞ്ഞു സക്കുലൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞാൻ പർച്ചേസ് ചെയ്തതിൽ അത്യാവശ്യം വിലയുള്ളത്, അതായത് 350 രൂപയാണ് കേട്ടോ ഈ പോട്ടിൻ്റെ വില. പക്ഷേ ആ എമൗണ്ടിന് പറ്റിയ സാധനമാണ് കേട്ടോ. അത്യാവശ്യം വലിയ കപ്പാസിറ്റിയാണ്. നമുക്ക് മറ്റേ CC പ്ലാന്റ്സും റബ്ബർ പ്ലാന്റ്സും അങ്ങനത്തെ വലിയ പ്ലാന്റ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു പോട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫിനിഷിങ്ങും ഉണ്ട്. അതെല്ലാം പോയിട്ട് അകത്ത് ഒരു കോട്ടിങ്ങും ഉണ്ട്. ഇതുപോലെ സ്പൈഡർ പ്ലാന്റ്സ് അങ്ങനെയുള്ള കുറച്ച് വലിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലാന്റൊക്കെ പോട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഏകദേശ രൂപത്തിലാണ് എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസൊക്കെ ഞാൻ അതിനകത്ത് വെച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 270 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഫുട്ബോൾ ഷേപ്പ്ഡ് സെറാമിക് പ്ലാന്റ് പോട്ടാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്ലാസിക് ലുക്കാണ് കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നടാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് പോട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കളറല്ല കേട്ടോ എനിക്ക് ഡെലിവർ ആയത്. ബ്ലൂ കളർ തന്നെയാണ്, പക്ഷേ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഡെലിവർ ആയത്. പക്ഷേ ആ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന ബ്ലൂ ആണെങ്കിൽ ഭയങ്കര
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതൊന്ന് ഡിം ആയിട്ടുള്ളൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡായിരുന്നു കേട്ടോ. പക്ഷേ വേറെ ക്വാളിറ്റി വൈസ് ഒന്നും ഒരു പ്രശ്നമല്ല. 190 റുപ്പീസിന് വളരെ വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. കണ്ടോ, ആ ബ്ലൂ ഒന്ന് ബ്രൈറ്റായി പോയി എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു എലഫൻ്റ് ആണ് കേട്ടോ. അപ്പം അതും അത്യാവശ്യം വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇനി 211 രൂപയ്ക്ക് വളരെ ലെക്കായിട്ട് കിട്ടുന്ന വേറൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചേക്കാളും നല്ല വലിപ്പമുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വലിയ പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം ആപ്റ്റായി അതിൻ്റെ സൈസ് കാണിക്കുന്നു എന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുതായിട്ടാണ് കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ ഈ പോട്ട് നല്ല വലിയ പോട്ടാണ് കേട്ടോ. അത്യാവശ്യം ബുഷിയായിട്ടുള്ള ഹൈറ്റ് വരുന്ന ചെടികളൊക്കെ നമുക്ക് നടാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയുള്ള പോട്ട്സ്, അതായത് ഈ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള പോട്ടൊക്കെ നടുമ്പോൾ നമ്മൾ സക്കുലൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും കേട്ടോ. നമ്മൾ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 206 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്ത വേറൊരു മെറ്റൽ പ്ലാന്റ് ഹോൾഡറാണ്. നമ്മുടെ നിറപറ പോലെയൊക്കെ നിറപറയിലെ നിറയില്ലേ അതുപോലത്തെ ലുക്കാണ് കേട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ളതാണ്. ബുഷി പ്ലാന്റ്സും അതുപോലെ തന്നെ സക്കുലൻസ് അങ്ങനെയൊക്കെ ഉള്ളത് നടാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് 176 റുപ്പീസിന് പർച്ചേസ് ചെയ്ത ഒരു പോട്ടാണ്. ഇതും ഞാൻ സെറാമിക് പോട്ടെന്ന് വെച്ചാണ് മേടിച്ചത്. പക്ഷേ ഇതൊരു മെറ്റൽ പ്ലാന്റ് ഹോൾഡറാണ്. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. നേരത്തെ കാണിച്ച അതേ കപ്പാസിറ്റി ഉള്ള ഒരു വൈറ്റ് കളറ് മെറ്റൽ പ്ലാന്റ് ഹോൾഡറാണ് കേട്ടോ. ഇതെന്നെ അതിശയിപ്പിച്ച വേറൊരു പ്ലാന്റ് പോട്ടാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് പോട്ടാണ് കേട്ടോ. നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. വലിയ സൈസാണ് കേട്ടോ ഈ എലഫൻറ്റിന്. സാധാരണ ഈ MRPക്ക് ഞാൻ കരുതിയത് ചെറിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം വലിയ കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റ് പോട്ട് ഹോൾഡറാണ്. കണ്ടില്ല, ഞാൻ അതിനകത്ത് എൻ്റെ ഒരു ചെറിയ ചെടി നട്ടിരുന്നതിന് വെച്ചിട്ടും സ്പേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ചട്ടി അധികം വെച്ചിട്ടും സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് നല്ലോണം ആഗ്രഹിച്ച് വാങ്ങിച്ച പോട്ടിലൊന്നാണ് ഈ ബാംബൂ പോട്ട്. പക്ഷേ ഇത് ഞാൻ മൊത്തത്തിൽ ഡിസപ്പോയിൻമെൻ്റ് ആയി. കാരണം എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം സ്ക്രാച്ചൊക്കെ വീണ് ഡാമേജ് ആയി. മാത്രമല്ല അതെനിക്ക് തോന്നുന്നു സെല്ലാവാതിരുന്ന് പ്രൊഡക്റ്റിൻ്റെ സൈഡൊക്കെ ഫംഗസൊക്കെ വന്ന് പൂപ്പലൊക്കെ പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയത്. അതിൽ മാത്രമേ ഞാനൊരു ഡിസപ്പോയിൻമെൻ്റ് അധികമായിട്ട് എനിക്ക് വന്നുള്ളൂ. ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്ലാന്റ് ഹാങ്ങേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. 181 റുപ്പീസിന് വളരെ വൃത്തിയാണ്. 3 പ്ലാന്റ്സിന് നമുക്ക് അതിനകത്ത് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. പ്ലാന്റ്സ് അല്ല, പ്ലാന്റ്സ് വിത്ത് പോട്ടാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയാൻ ഇതിൻ്റെ കപ്പാസിറ്റി, അതായത് ഇതിനെ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു ഏരിയ വളരെ ചെറുതാണ്. നമുക്ക് ചെറിയ പ്ലാന്റ് പോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഹാങ് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു പ്ലാന്റ് പോട്ടാണ്. കണ്ടാൽ നമുക്ക് സെറാമിക് ആണെന്ന് തോന്നും. പക്ഷേ അത് സെറാമിക് അല്ല, മെറ്റൽ പ്ലാന്റ് ഹോൾഡറിൽ പുറത്ത് ഫ്ലോറൽ പ്രിൻ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ നല്ല ഷൈനിങ് ആണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല നമുക്ക് സെറാമിക് ആണെന്ന് തോന്നത്തുള്ളൂ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ്. തൊടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ബിൽഡിംഗ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡ് വന്നിട്ട് റബ്ബർ ബുഷൊക്കെ കൊടുത്തിട്ട്, ആൻറ്റി സ്ലിപ്പിങ്ങിന് വേണ്ടിയിട്ട് റബ്ബർ ബുഷൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു ഷോ പീസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റേ കൊയറിൽ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ഹാങ്ങറാണ്. ഇത് വന്നിട്ട് 166 രൂപയ്ക്ക് 3 പീസാണ്. ഇത് സത്യത്തിൽ നല്ല വൃത്തിയായിട്ടുള്ള സാധനമാണ് കേട്ടോ. അതായത് നമുക്ക് ഇത് നമ്മുടെ ഡാർക്ക് കളർ വാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ വൈറ്റ് ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ട് പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ലൊരു ലുക്ക് തന്നെ കിട്ടും ഇതിന്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എത്ര സൈസുള്ള പോട്ട് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് വലുതാവുന്ന രീതിയിലുള്ളൊരു ഹാങ്ങിങ് ടൈപ്പ് ഇതാണ് കേട്ടോ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് 201 രൂപയ്ക്ക് 2 പോട്ട് വരുന്ന പാക്കാണ് കേട്ടോ. ഡക്ക് ഷേപ്പിലുള്ള 2 പോട്ടാണ് 201 രൂപയ്ക്ക് കിട്ടുന്നത്.
അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല മണ്ണ് കൊള്ളും കേട്ടോ. അത്യാവശ്യം നല്ല മണ്ണ് കൊള്ളുന്ന കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഒരുപാട് വേര് പോകുന്ന ചെടികൾക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മൾ വീട്ടിലൊക്കെ ചെറിയ പോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ പോണ്ടിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. അതുപോലെ തന്നെ ഡക്കിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും പോട്ടിൻ്റെ വെളിയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡക്ക് ഷേപ്പ് മാത്രമല്ല ഡീറ്റെയിലിങ്ങോട് കൂടിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ചാൽ പോലും ഫെയ്ഡ് ആവുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനി നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് 264 രൂപയ്ക്ക് 2 പോട്ട് വരുന്നതാണ്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വലിയ സൈസാണ് കേട്ടോ. നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ്സിനെയൊക്കെ ഓക്കുപ്പൈ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനുള്ളൊരു സെറ്റപ്പ് കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഇത്രയും പോട്ട് മേടിച്ചാൽ ഡ്രെയിനേജ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഉള്ളത് ഇതിനകത്താണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മോഡൽ വന്നിട്ട് ലീഫാണ് കേട്ടോ. ലീഫിൻ്റെ ഷേപ്പാണ് അതിൻ്റെ പുറത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടനോട് സെലക്ട് ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എനിവേ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ, പുതിയ ഹോളുമായി വരുന്നത് വരെ, ടാറ്റ ബൈ ബൈ, സി യു.